ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും നദീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കാലത്തെ കുറച്ച് തിരക്കുകളാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് നെയ്പത്തിരിൻ്റെ ഓർഡർ 8 മണിക്കായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കൈപ്പത്തിൻ്റെ ഓർഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാനിതാ മാവ് വാട്ടാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം ഞാനിതാ ഉടനെയൊക്കെ ഒന്ന് കൊട്ടി കൊടുക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് നെയ്പത്തിരിക്കാണ് കേട്ടോ. അങ്ങനെ മാവൊക്കെ വാട്ടി അതിനേക്കൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനേക്കൊന്ന് പരത്തിയെടുക്കണം. നേരൊക്കെ അതാ വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. കൈപ്പത്തിരിയൊക്കെ പാക്ക് ചെയ്തൊക്കെ കടകളിൽ കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. ഇതൊക്കെ പോയതിന് ശേഷം ഞാനിതാ തീ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മോൾക്ക് കോളേജിലേക്ക് ചോറ് കൊണ്ടുപോകണം. അതിനുള്ള അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മാവിനേക്ക് ഒന്ന് ബോളാക്കി എടുത്തിട്ട് മോൾക്കുള്ള കറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഞാനത് ആ മാവിനേക്ക് ഒന്ന് പരത്തി അതിനൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോഴേക്കും മോൾക്ക് കോളേജിലേക്ക് ഉള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാനിതാ ചോറൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. അവൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബസ് വരാൻ ടൈമായി എന്ന് പറഞ്ഞിട്ട് ലഞ്ച് ബോക്സൊക്കെ എടുക്കാൻ വരികയാണ് കേട്ടോ. കൈ പൊള്ളിയപ്പോൾ പിന്നെ ഞാൻ അതിനേക്ക് ഒരു കവലിട്ട് കൊടുക്കുകയാണ്. ബസ് സ്റ്റോപ്പ് വരെ അവളെ എപ്പോഴും ഇക്ക കൊണ്ടാക്കും കേട്ടോ. അങ്ങനെ അവർ പോവുകയാണ്. ഇക്ക അപ്പോഴേക്കും വണ്ടിയൊക്കെ എടുത്തു. അപ്പോഴാണ് അവൾ ഷൂ ഇട്ടിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഷൂ ഒക്കെ ഇട്ടിട്ട് പോവുകയാണ്. അവരൊക്കെ പോയതിന് ശേഷം ഞാനിതാ ബാക്കി പത്തിരിയും കൂടി ചുട്ടെടുക്കുകയാണ്. അപ്പോഴേക്കൊക്കെ മോളെ കൊണ്ടാക്കിയിട്ട് വന്നു കേട്ടോ. പിന്നെ പത്തിരി പണി കഴിഞ്ഞവരെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിനേക്കൊന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നെ പത്തിരിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പത്തിരി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെയാണ്. ഇന്നിപ്പോൾ കറിയൊന്നും വെക്കാനുള്ള സമയമില്ല കേട്ടോ. അപ്പോൾ പിന്നെ തേങ്ങാപ്പാൽ എടുക്കാമെന്ന് വെച്ചിട്ട് തേങ്ങ നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ പിന്നെ ഒരു തേങ്ങ വന്നിട്ട് ഞാനിതാ പൊളിച്ചെടുക്കുകയാണ്. തേങ്ങയൊക്കെ ഞാനിതാ പൊളിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ചെറിയതിന് ശേഷം അതാ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് തേങ്ങാപ്പാലൊക്കെ ഇതാ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിഴിഞ്ഞെടുത്ത പാലിലേക്ക് ഞാനിതാ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ? നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഇക്കയും കൂടി കഴിക്കുകയാണ്. അപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഇത്രയൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.